എപ്പിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക വീഡിയോകളിലും വാഷിംഗ് മെഷീനിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് എല്ലാ മെഷീൻ തന്നെ കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗവും. മെഷീന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യും, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഫാസ്റ്റായിട്ട് വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്, അതിപ്പോൾ സ്ലോ ആയി. ഒന്നുകിൽ മെഷീനിലോട്ട് വെള്ളം വരുന്ന ടാങ്കിലെ വെള്ളം തീർന്നതായിരിക്കാം, അല്ലെങ്കിൽ മെഷീനിലോട്ട് വെള്ളം വരുന്ന പൈപ്പിനുണ്ടാകാവുന്ന ബ്ലോക്ക് ആയിരിക്കാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും മെഷീനിലോട്ട് വെള്ളം വരാതിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ മെഷീനുള്ളിലേക്ക് വെള്ളം വരുത്താനുള്ള കഴിവ് ഒരു ഓട്ടോമാറ്റിക് മെഷീനും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇങ്ങനെ വെള്ളം കുറഞ്ഞ് തീരെ ഇല്ലാത്ത അവസ്ഥ പോലെ തന്നെ വെള്ളം കൂടിയിട്ട് ഓവർഫ്ലോ ആയി പോയിക്കൊണ്ടിരുന്നാലും മെഷീൻ വാഷ് ചെയ്യാത്ത ഒരവസ്ഥ, ഇതും ചില മെഷീനിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പോൾ ഈ പൈപ്പിനോട് ചേർന്ന ഈ കവർ ബോർഡിങ് മാറ്റിക്കഴിഞ്ഞാൽ ചില മെഷീനിലൊക്കെ ഈ വെള്ളം വരുന്ന പൈപ്പ് മെഷീന്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയുള്ള ഫിറ്റിംഗ് ആയിരുന്നാലും കുഴപ്പമില്ല, മെഷീനുള്ളിലോട്ട് വെള്ളം വരുന്ന പൈപ്പാണിത്. ഇപ്പോൾ ഇവിടെ മെഷീനുള്ളിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രഷറിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെഷീനുള്ളിലോട്ട് വീണുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ലെവല് തുണികൾക്ക് അനുസരിച്ച് എത്ര വേണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ പൈപ്പിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേണ്ട ഇവിടെ ഒരു സെൻസർ നമുക്ക് കാണാം. ഈ സെൻസറാണ് ഈ വെള്ളത്തിന്റെ ലെവൽ. ഈ സെൻസർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ടിത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു എയർ പൈപ്പ് സെൻസറിലോട്ട് പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മെഷീനകത്ത് വെള്ളം നിറയുന്നതനുസരിച്ച് ഈ പൈപ്പിൽ പ്രഷർ കൂടുകയും അത് സെൻസറിൽ എത്തുകയും ചെയ്യും. സെൻസറിൽ എത്തുന്ന പ്രഷർ അനുസരിച്ച് വെള്ളത്തിന്റെ ലെവൽ സെൻസർ കൺട്രോൾ ചെയ്യും. സെൻസറിലോട്ട് പ്രഷർ വരുന്ന പൈപ്പ് നിങ്ങൾക്ക് ഈ സെൻസറിന്റെ അടിയിലായിട്ട് ഇവിടെയായിട്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മെഷീനുള്ളിൽ ഇടുന്ന തുണിയുടെ എണ്ണം അനുസരിച്ച് മെഷീനുള്ളിൽ വെള്ളത്തിന്റെ ലെവൽ കുറവാണ് വരുന്നതെങ്കിൽ ആ ലെവൽ നമുക്ക് ഇവിടെ കൂട്ടാനും, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലെവൽ കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാനും നമുക്ക് ഈ സെൻസറിൽ കഴിയും. അതിനായിട്ട് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മെഷീനുള്ളിലോട്ട് വരുന്ന വെള്ളത്തിന്റെ ലെവൽ തീരെ കുറവായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് നമ്മൾ ഇതേമാതിരി ആയിരിക്കും നമ്മൾ മെഷീനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം തന്നെ ഊരിയതിന് ശേഷം ഇതിനുള്ളിലായിട്ട് ഡസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, ഡസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്താൽ ഇതിനുള്ളിലോട്ട് വെള്ളത്തിന് വരാനുള്ള തടസ്സം നിങ്ങൾക്ക് മാറിക്കിട്ടുകയും വെള്ളത്തിന്റെ പ്രഷർ കൂടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന കുഴൽക്കിണറിൽ നിന്നും മുകളിലത്തെ ടാങ്കിലോട്ട് വെള്ളം പോവുകയും ടാങ്കിൽ നിന്നും നമ്മുടെ മെഷീനകത്തോട്ട് വെള്ളം വരികയും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഡസ്റ്റും കാര്യങ്ങളും കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾ മെഷീൻ ഉള്ളിലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ, അതായത് നിങ്ങളുടെ തുണി ക്ലീൻ ചെയ്യുമ്പോൾ ബ്രഷിന്റെ ജോലി ചെയ്യുന്ന ഒരു ചെറിയ ബ്രഷ്, ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ തുണിയിലെ ഡസ്റ്റ് എല്ലാം വന്ന് നിറയുന്ന ഈ ഡസ്റ്റ് സഞ്ചി, മെഷീൻ ഒരുപാട് പഴകിയത് കൊണ്ട് തന്നെ സഞ്ചിയുടെ കളറും ഒരുപാട് പഴകിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മെഷീനിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രോബ്ലങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.